മധ്യ നിന്ന് ബന്ദികളായ അൽമോഗ് മെയർ ജാൻ, ആൻഡ്രി ക്ലോസോവ്, ഷ്ലോമി സിവ്, നോവ ആർഗമണി എന്നിവരെ രക്ഷിക്കാനുള്ള ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നതിനിടെ കൊല്ലപ്പെട്ട തീവ്രവാദ വിരുദ്ധ പോലീസ് ഉദ്യോഗസ്ഥനായ അർണോൺ സ്മോറയുടെ മൃതസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഞായറാഴ്ച ജെറുസലേമിലേക്ക് ഒഴുകിയെത്തിയത് ആയിരക്കണക്കിന് ആളുകളാണ്. ഹമാസ് ഗാസയിൽ ബന്ദികളാക്കിയവരുടെ കുടുംബാംഗങ്ങളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. എലൈറ്റ് യമാം തീവ്രവാദ വിരുദ്ധ യൂണിറ്റിലെ ഉദ്യോഗസ്ഥനായ സ്മോറ ഓപ്പറേഷനിടെ ബന്ദികളിൽ 3 പേരെ രക്ഷിച്ചുകൊണ്ടുവരുമ്പോൾ ഭീകരരുടെ വെടിയേറ്റ് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു. ഇസ്രായേലിലെ ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. തുടർന്ന് അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം ഓപ്പറേഷൻ അർണോൺ എന്ന ഈ ഓപ്പറേഷനെ പുനർനാമകരണം ചെയ്തു. ജെറുസലേമിലെ മൗണ്ട് ഹെർസൽ സൈനിക സെമിത്തേരിയിൽ അർണോണിന്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര എത്തുന്നതിനു മുമ്പ് തന്നെ മെവാസറേറ്റ് സിയോണിലെ സ്മോറ കുടുംബത്തിന്റെ വീടിന് പുറത്ത് ഇസ്രായേൽക്കാർ നിറഞ്ഞു. ആദരാഞ്ജലിയായി ഇസ്രായേലിന്റെ പതാകയും ആളുകൾ വീശി. ഇസ്രായേൽ പോലീസിനെ പ്രതിനിധീകരിച്ച് പോലീസ് കമ്മീഷണർ കോബി ഷബ്തായ് ആദരാഞ്ജലി അർപ്പിച്ചു. അവൻ എന്റെ മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ മുഴുവൻ ഹീറോയാണ് എന്ന് സെമിത്തേരിക്കുള്ളിൽ വെച്ച് സ്മോറയുടെ അമ്മ റൂട്ടി തന്റെ മകനെക്കുറിച്ച് മുറവിളിയോടെ പറഞ്ഞത് കേട്ടുനിന്ന ഏവരുടെയും നെഞ്ചുലച്ചു. ആകാശമാണ് അതിരെന്ന് കരുതിയിരുന്ന വ്യക്തിയായിരുന്നു എന്റെ മകൻ. എല്ലായ്പ്പോഴും ഒന്നാമനായിരുന്നു. എപ്പോഴും ധൈര്യത്തോടെ പ്രവർത്തിച്ചു. എല്ലാ പോരാളികൾക്കും അവൻ മാതൃകയായിരുന്നു. കഴിഞ്ഞയാഴ്ച അവനോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. ഞങ്ങൾ പരസ്പരം ആശംസകൾ അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇസ്രായേൽ ജനതയ്ക്ക് വെളിച്ചം നൽകി. നിർഭാഗ്യവശാൽ അദ്ദേഹം അതിന് തന്റെ ജീവൻ നൽകി. ദേശീയ ആഹ്ലാദത്തിന്റെ ഭാഗമാകുന്നതിന് പകരം ഞങ്ങൾ അഗാധമായ വിലാപത്തിലേക്ക് പോകുന്നു, അർണോണിന്റെ അമ്മ കൂട്ടിച്ചേർത്തു. അർണോൺ ഒരു മാതൃകാ പുരുഷനായിരുന്നു എന്നും മികച്ച ഭർത്താവും നല്ല പിതാവുമായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ഭാര്യ അനുസ്മരിച്ചു. പ്രതിവാര മന്ത്രിസഭാ യോഗത്തിനിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അർണോണിന് ആദരാഞ്ജലി അർപ്പിച്ച് സംസാരിച്ചു. നമ്മുടെ ജനതയുടെ ചരിത്രത്തിൽ അർണോൺ എന്നെന്നും ഓർമ്മിക്കപ്പെടും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.